Dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് CMOSന്റെ കൺസെപ്റ്റ് ആണ്. അതിനകത്ത് CMOS ഇൻവെർട്ടർ ആണ് നമുക്ക് സിലബസിൽ പറയുന്നത്. പിന്നീട് NANDും NOR ഇംപ്ലിമെന്റേഷൻ ഇൻ CMOS പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ CMOS ഇൻവെർട്ടർ പഠിക്കുന്നതിന് മുന്നേ ഒരു CMOS ലോജിക് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നോർമലി ഒരു CMOS സർക്യൂട്ടിന്റെ ജനറൽ റെപ്രസെന്റേഷൻ. സോ ഇതാണ് ഒരു CMOS സർക്യൂട്ടിന്റെ ജനറൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റെപ്രസെന്റേഷനകത്ത് നമുക്കറിയാം, ഞാൻ ഒരു പേജിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡിമാർക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വരുന്ന സെഷൻസ് എല്ലാം പുൾ അപ്പ് നെറ്റ്വർക്കും ആൻഡ് താഴെ വരുന്ന സെഷൻസ് എല്ലാം പുൾ ഡൗൺ നെറ്റ്വർക്കും ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഇങ്ങനെ ഒരു ഡിമാർക്കേഷൻ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിമാർക്കേഷൻ ലൈനിന്റെ ടോപ്പിൽ വരുന്നതെല്ലാം എന്താണ്? പുൾ അപ്പ് നെറ്റ്വർക്ക് ആണ്. പുൾ ആണ്, PULL, പുൾ അപ്പ് നെറ്റ്വർക്ക്. ആൻഡ് താഴെ വരുന്നത് എന്താണ്? പുൾ ഡൗൺ നെറ്റ്വർക്ക്. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ട് വെച്ച് കമ്പയർ ചെയ്യാം. പുൾ അപ്പ് നെറ്റ്വർക്കിനകത്ത് എപ്പോഴും PMOS ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പുൾ ഡൗണിനകത്ത് എപ്പോഴും എന്താണ്? NMOS ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, പുൾ അപ്പിനകത്ത് എന്തുണ്ട്? PMOS ട്രാൻസിസ്റ്റർ, പുൾ ഡൗണിനകത്ത് NMOS ട്രാൻസിസ്റ്റർ ആണ്. ഇനി ഈ ഓരോ ട്രാൻസിസ്റ്റേഴ്സിനകത്ത് ഒരു സെറ്റ് ഓഫ് ഇൻപുട്ടും ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ I1, I2, I3 എക്സെട്ര I എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ സെറ്റ് ഓഫ് ഇൻപുട്സ് എന്ന് പറയുന്നത്. അതേ ഇൻപുട്ട് തന്നെയായിരിക്കും നമ്മുടെ പുൾ ഡൗൺ നെറ്റ്വർക്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. ഇതേ ഓർഡറിൽ തന്നെയായിരിക്കും കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് PMOSന്റെ NMOSന്റെ വർക്കിംഗ് ആണ്. സോ ഇതാണ് എന്ത്? ഒരു PMOS ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഈ PMOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് ആണ് ഇത്. ഇത് നമുക്ക് ഡ്രെയിനും ഇത് സോഴ്സും നമുക്ക് മീൻ ചെയ്യുവാണെങ്കിൽ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളിംഗ് ടെർമിനൽ ആണ്. ഇത് സോഴ്സ്, ഇത് ഡ്രെയിന്. അങ്ങനെയാണെങ്കിൽ PMOSന്റെ കേസിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ഗേറ്റ് ഈക്വൽ ടു 0, ഇത് 0 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ കാരിയർ ഫ്ലോ ഉണ്ടാവും. അത് കാരണം തിരിച്ചൊരു കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യും. That means when gate equal to 0, PMOS transistor is on. When gate input equal to 1, PMOS is off. Clear ആയോ? Similarly, NMOS ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത് ഗേറ്റ്, ഇത് സോഴ്സ്, ഇത് ഡ്രെയിൻ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇത് എന്തായാലും ഗേറ്റ് ആണ്. ഇത് സോഴ്സ്, ഡ്രെയിൻ അങ്ങനെ നമുക്ക് എടുക്കുവാണെങ്കിൽ ജസ്റ്റ് റിവേഴ്സ് ഓഫ് PMOS ആണ് NMOSന്റെ ഓപ്പറേഷൻ. When gate equal to 0, transistor is off, and when gate equal to 1, transistor is on. So ഇങ്ങനെയാണ് ശരിക്കും ഒരു CMOS ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു CMOS സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഫസ്റ്റ് സർക്യൂട്ട് CMOS ഇൻവെർട്ടർ, ഓൾസോ കോൾഡ് ആസ് നോട്ട് ഗേറ്റ്. അതായത് ഇൻവെർട്ടർ എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് ആണ് നമുക്കറിയാം. സോ നോട്ട് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ, ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. നമുക്കറിയാലോ, ഒരു സിംഗിൾ ഇൻപുട്ട് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ജനറൽ സ്ട്രക്ചർ പറഞ്ഞിരുന്നു. നമുക്ക് എന്താണ് ഇവിടെ ഒരു ഡിമാർക്കേഷൻ ലൈൻ പോലെ ഞാൻ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നതാണ് ഔട്ട്പുട്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡിമാർക്കേഷൻ ലൈൻ പോലെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ മുകളിൽ വരുന്ന എന്താണ്? PMOSും താഴെ വരുന്ന എന്താണ്? NMOSും. നമുക്ക് ഒറ്റ ഇൻപുട്ട് അല്ലേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്രാൻസിസ്റ്റേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ മുകളിൽ ഞാൻ എപ്പോഴും എന്താണ്? ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് വരുള്ളൂ. പക്ഷെ CMOSന്റെ കേസിൽ നമ്മൾ അതിനെ PMOSും NMOSും പുള്ളപ്പും പുൾ ഡൗണും ഉള്ളത് കാരണം നമ്മൾ ഈ ഡിമാർക്കേഷൻ ലൈനിന്റെ മുകളിൽ നമ്മൾ ആദ്യം ഒരു PMOS ട്രാൻസിസ്റ്റർ കൊടുക്കും. ഇവിടെ എന്ത് കൊടുക്കും? NMOS ട്രാൻസിസ്റ്റർ കൊടുക്കും. ഞാൻ പറഞ്ഞു രണ്ടിനും കോമൺ ഇൻപുട്ട് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? കോമൺ ഇൻപുട്ട് കൊടുത്തു, ഇതിനെ ക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയണം. കാരണം ഇതിപ്പോ നമ്മുടെ കറക്റ്റ് വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് നമുക്കറിയാം 0 ഇൻപുട്ടിൽ കൊടുത്ത ഔട്ട്പുട്ടിൽ എന്ത് വരണം? 1 വരണം. 1 ഇൻപുട്ടിൽ കൊടുത്ത ഔട്ട്പുട്ടിൽ എന്ത് വരണം? 0 വരണം. ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ച് തന്നെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ 0 കൊടുത്തു എന്ന് വെച്ചു, നമുക്ക് ട്രൂത്ത് ടേബിൾ ചെക്ക് ചെയ്യണമല്ലോ. 0 കൊടുത്തു, നമുക്കറിയാം VCC എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഹൈ വാല്യൂ ആണ്. 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ലോജിക്കൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ലോ വാല്യൂ ആണ്. സോ 0 കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് PMOS ട്രാൻസിസ്റ്റർ? ഇത് PMOS അല്ലേ? PMOS എന്താണ്? ഓൺ ആണോ ഓഫ് ആണോ? PMOS ഈസ് ഓൺ അല്ലേ? അതേപോലെ 0 ഇതിന്റെ ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് NMOS ട്രാൻസിസ്റ്റർ അല്ലേ? NMOSൽ ഇതെന്താണ്? ഓഫ്. ദാറ്റ് മീൻസ് ഇത് ഇൻറ്റു ഇട്ടേക്കുന്നത് അത് ഓൺ ഓഫ് കണ്ടീഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവോ? ഇല്ല, കാരണം ഇത് മൊത്തത്തിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്. പിന്നെ വരുന്നത് എങ്ങോട്ട് വന്ന് നിൽക്കും? ഈ ഔട്ട്പുട്ട് നെക്രോസ് ആയിട്ട് വന്ന് നിൽക്കും, ആണല്ലോ. അപ്പൊ ഇവിടെ എന്തെങ്കിലും വന്നാൽ തന്നെ എങ്ങോട്ടാ വരുന്നത്? VCC വഴി വന്ന് എവിടെ വന്ന് നിൽക്കും? ഔട്ട്പുട്ട് നെക്രോസ് ആയിട്ട് വന്ന് നിൽക്കും. സോ ഈ VCC എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഡ്രോപ്പും കൂടെ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC മൈനസ് ഇതിന് അക്രോസ് ആയിട്ടുള്ള ഇത് ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ത്രെഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമ്മൾ പാരാമീറ്റേഴ്സ് പറഞ്ഞതിനകത്ത് ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്. എന്താണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്? ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് എന്ത്? ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ത്രെഷോൾഡ് വോൾട്ടേജ് ഇസ് ദ മിനിമം റിക്വയർഡ് വോൾട്ടേജ് ടു ജസ്റ്റ് ഓൺ എ ട്രാൻസിസ്റ്റർ. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവശ്യമായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ 0.3 വോൾട്ട് എന്ന് വെച്ചോ, ഇതൊരു 0.3 വോൾട്ട് വേണം ഇത് ഓൺ ആക്കാനെങ്കിൽ ഈ VCC എന്ന് പറയുന്ന 1 വോൾട്ട് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 5 വോൾട്ട് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 5 മൈനസ് 0.3 എന്ന് പറയുന്നതാണ് ശരിക്കും എന്ത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ 5 മൈനസ് 0.3 എന്ന് പറയുന്നത് എന്താണ്? 4.7 ആണ്. 4.7 എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂ തന്നെ അല്ലേ? സോ 0 ഇൻപുട്ടിൽ കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്ത് വന്നു? ഒരു 4.7, ദാറ്റ് ഈസ് ലോജിക്കൽ ഹൈ വാല്യൂ വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, ഞാൻ 0യ്ക്ക് പകരം ഇവിടെ എന്ത് കൊടുത്തു? 1 കൊടുത്തെന്ന് വെച്ചു. 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ 1 ഇതിനെ ക്രോസ് ആയിട്ട് വന്ന ഇതൊരു PMOS ട്രാൻസിസ്റ്റർ, ഇതെന്തായി? ഓഫ് ആയി. ഇതൊരു NMOS ട്രാൻസിസ്റ്റർ ആണ്. നേരത്തെ ഓഫ് ആയിരുന്നത് ഇപ്പൊ എന്തായി? ഓൺ ആയി, അല്ലേ? അപ്പൊ നേരത്തെ കണ്ടീഷനിൽ ഇവിടെ ഒരു 1 ലോജിക്കൽ 1 ഔട്ട്പുട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ ഇനി ഫെർദർ ഇങ്ങോട്ടൊന്നും വരത്തില്ലല്ലോ. ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ഇക്വലന്റ് ആയി ഇത് കണക്ട് ആയി വന്നു, അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ, ഡയറക്റ്റ് കണക്ഷൻ വരും ഓൺ ആയി കഴിഞ്ഞാൽ. എന്ത് സംഭവിക്കും? നേരത്തെ ഇവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ തന്നെയും അത് ഏത് വഴി? ഗ്രൗണ്ടിലേക്ക് പോകും. ഈ പാത്ത് വഴി ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പൊ ഇതിന് അക്രോസ് ഞാൻ ഒരു കപ്പാസിറ്റർ വെച്ച് ചാർജ് ചെയ്യാന്ന് വെച്ചോ, ഔട്ട്പുട്ട് അക്രോസ് നമ്മൾ ഒരു കപ്പാസിറ്റർ വെച്ച് ചാർജ് ചെയ്യാന്ന് വെച്ചോ. അപ്പൊ ഈ കപ്പാസിറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഔട്ട്പുട്ട് അക്രോസ് ആയിട്ട്. അപ്പൊ ഈ കപ്പാസിറ്റർ ആണ് ചാർജിങ് ഡിസ്ചാർജിങ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പൊ ഇവിടെ എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് പോകും? ഗ്രൗണ്ടിലേക്ക് പോകും. ഇൻഎഫക്റ്റീവ് ഔട്ട്പുട്ട് വാല്യൂ എന്തായി? 0 ആയി. സോ 1 ഇൻപുട്ടിൽ കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്തായി? 0 ആയി. 0 ഇൻപുട്ടിൽ കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്തായി? 1 ആയി. ദിസ് ഈസ് ഹൗ CMOS ഇൻവെർട്ടർ വർക്ക്സ്. ക്ലിയർ ആയോ? ഇതാണ് ഒരു CMOS ഇൻവെർട്ടറിന്റെ ലോജിക്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് NAND ഗേറ്റ് ഇൻ CMOS ലോജിക് ആണ്. ഇപ്പൊ പറഞ്ഞ അതേ കൺസെപ്റ്റില് NAND ഗേറ്റ് എങ്ങനെ വരയ്ക്കാം? നമുക്കറിയാം 2 ഇൻപുട്ട് NAND ഗേറ്റ് ആണ് നമ്മളിപ്പോ എടുക്കുന്നത്. 2 ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്ക് NAND ഗേറ്റ് എടുക്കുമ്പോൾ 2 ഇൻപുട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 2 ഇൻപുട്ട് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പോ AND ലോജിക് ആണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് എന്താണ്? AND ലോജിക് ആണ്. AND ലോജിക് ആണെങ്കിൽ പുൾ അപ്പ് നെറ്റ്വർക്കിലെ പാരലലും പുൾ ഡൗണില് സീരീസും. ക്ലിയർ ആയോ? അത് എഴുതി വെച്ചോണേ. AND ലോജിക് ആണെങ്കിൽ പുൾ അപ്പില് എന്താണ്? പാരലലും പുൾ ഡൗണില് സീരീസും. ഇനി OR ലോജിക് ആണെങ്കിൽ പുൾ അപ്പില് സീരീസും പുൾ ഡൗണിൽ എന്താണ്? പാരലലും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ലോജിക് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് NAND ഗേറ്റിന്റെ വർക്കിംഗ് നോക്കിയാലോ? എങ്ങനെയാണ് NAND ഗേറ്റിന്റെ സർക്യൂട്ട് വരുന്നത്? എങ്ങനെയാണ് വർക്കിംഗ്? അപ്പൊ നമുക്കറിയാം NAND ഗേറ്റ് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് NAND ഗേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 2 ഇൻപുട്ട് വരുമ്പോൾ നമുക്കറിയാം കറസ്പോണ്ടിങ് ടു പുൾ അപ്പിലും പുൾ ഡൗണിലും എന്ത് വരും? എത്ര ട്രാൻസിസ്റ്റേഴ്സ് വരും? 2 വെച്ചിട്ട് വരും. അങ്ങനെയാണെങ്കിൽ AND ലോജിക് അല്ലേ? അപ്പൊ നമുക്ക് പുൾ അപ്പില് എങ്ങനെയാണ്? ട്രാൻസിസ്റ്റേഴ്സ് എന്താണ്? സീരീസ് ആണ്, സോറി പാരലൽ ആണ്. ഏത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് പുൾ അപ്പില്? PMOS ട്രാൻസിസ്റ്റർ. സോ ഇതൊരു PMOS ട്രാൻസിസ്റ്റർ, ഇതടുത്ത PMOS ട്രാൻസിസ്റ്റർ. രണ്ടും എന്താണ്? പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ പുൾ ഡൗണിൽ എന്താണ്? ഇത് രണ്ടും സീരീസ് ആണ്. സോ ഇത് NMOS ട്രാൻസിസ്റ്റർ, ഇതെന്താണ്? NMOS ട്രാൻസിസ്റ്റർ, അല്ലേ? സോ രണ്ടും സീരീസ് ആണ്. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കും? ദേ ഇത് നമ്മുടെ എന്താണ്? ഇത് നമ്മുടെ പുള്ളപ്പിലെ കേസ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു PMOS ആണ്, ഒരു ബബിൾ ഇട്ട് കൊടുക്കും. ഇതൊരു ട്രാൻസിസ്റ്റർ. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചോണേ, ഞാനിത് ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ടാണ്. ഇതെന്താണ്? പുൾ ഡൗൺ. അപ്പൊ ഇതാണ്
ഇത് എയും ഇത് രണ്ട് ട്രാൻസിസ്റ്റർ, ഇത് രണ്ട് പാരലല്. ഇനി പുൾ ഡൗൺ എടുത്തു കഴിഞ്ഞാൽ ഇത് പുൾ അപ്പിന്റെ കേസാ പറഞ്ഞത്. ഇനിയിപ്പോ വരയ്ക്കുന്നത് പുൾ ഡൗൺ ആണ്. 1 സെക്കൻഡ്. ഓക്കെ സ്റ്റുഡൻസ്, സോ ഞാൻ ഇവിടെ അതൊന്ന് ജസ്റ്റ് ഫിഗർ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം ഇത് നമ്മുടെ ഡിമാർക്കേഷൻ ലൈൻ ആണ്. അതിന്റെ മുകളിൽ വരുന്നത് ആനലോജിക് ആണെങ്കിൽ പാരലൽ ആയിട്ട് വരയ്ക്കണം. ഓർ ആനലോജിക് ഇൻ പുൾ അപ്പ് ആണെങ്കിൽ പാരലൽ ആയിട്ട് വരയ്ക്കണം. പുൾ ഡൗണിലാണെങ്കിൽ എങ്ങനെ വരയ്ക്കണം? സീരീസ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഫോം ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമ്മൾ വരച്ചതിന് ശേഷം പാരലൽ ആവുമ്പോ ഇത് രണ്ടും കൂടെ കണക്ഷൻ വേണ്ടേ? അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ഷൻ വേണം. മനസ്സിലായല്ലോ? സീരീസ് ആവുമ്പോ എങ്ങനെയാണ്? ഇത് രണ്ടും ഓൾറെഡി കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സീരീസ് താഴെ താഴെ വരച്ചിട്ട് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ടും കൂടെ എന്ത് ചെയ്തു? നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു പുൾ അപ്പും പുൾ ഡൗണും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. സോ ഇത് എത്ര എന്താണ്? പുൾ ഡൗൺ ആണ്. ഇത് എത്ര എന്താണ്? പുൾ അപ്പ് ആണ്. കണക്ട് ചെയ്തിട്ട് ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്തെടുക്കണം? നമ്മൾ ഔട്ട്പുട്ട് എടുക്കണം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, O bar P. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഏതൊരു സർക്യൂട്ട് എടുത്താലും അതിന് എന്തുണ്ടാവും? ഒരു VCC ഉണ്ടാവും, ഒരു എന്തും ഉണ്ടാവും? ഗ്രൗണ്ടും ഉണ്ടാവും. സോ ഇതാണ് VCC and this one is ground. ഇപ്പൊ നമ്മുടെ സർക്യൂട്ട് സെയിം ആയോ എന്ന് നോക്കിയേ. ഈ സർക്യൂട്ട് തന്നെയല്ലേ നമ്മൾ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതേ സർക്യൂട്ട് തന്നെയല്ലേ? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ എ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരുമിച്ചൊരു കണക്ഷൻ കൊടുത്തു. അതേപോലെ ബി എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരുമിച്ച് കണക്ഷൻ കൊടുത്തു. തീർന്നില്ലേ? ഇത്രേ ഉള്ളൂ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർക്കിംഗ് നോക്കാം. നമുക്കറിയാം ഒരു നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് എങ്ങനെ ഇരിക്കും എന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ നെയിം ചെയ്തു. M1, M2, M3 and M4. ഓക്കെ, സപ്പോസ് A equal to B equal to 0. എയും ബിയും 0 ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇവിടെ 0 ആയി കഴിഞ്ഞാൽ M1 ഓൺ ആവും. ഇവിടെ 0 ആയി കഴിഞ്ഞാൽ M2 എന്തായി? ഓൺ ആവും, അല്ലേ? ഇനി ഈ 0 ഇങ്ങോട്ടേക്ക് വരും, രണ്ട് ഇൻപുട്ടിലേക്ക് വരത്തില്ലേ? വാട്ട് അബൌട്ട് NMOS ട്രാൻസിസ്റ്റർ? രണ്ടും ഓഫ് ആവും. സോ when A equal to B equal to 0, M1 is on, M2 is on, M3 is off and M4 is also off. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരു ഓപ്പൺ സർക്യൂട്ടിനെ പോലെ നിൽക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ M1 ഉം M2 ഉം എന്തായി? ഷോർട്ട് സർക്യൂട്ട് പോലെ നിൽക്കും. ഈ വരുന്ന വാല്യൂ, ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കണ്ടക്ഷൻ ഇല്ല എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ റീജിയനിലേക്ക്. സോ ഈ വരുന്ന വാല്യൂ എവിടെ വന്ന് നിൽക്കും? ഔട്ട്പുട്ടിൽ നിൽക്കും. സോ ഇൻ എഫക്ട് ഔട്ട്പുട്ട് ഈക്വൽ ടു 1. ഇവിടെ ഞാൻ ഒരു കപ്പാസിറ്റർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പാസിറ്റർ എന്തായി? ചാർജ് ചെയ്യും. എങ്ങോട്ടേക്ക് ചാർജ് ചെയ്യും? ഇറ്റ് വിൽ ചാർജ് ടു VCC, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എക്സാക്ട്ലി പറയാം VCC മൈനസ് ഇത് ഓണാക്കാൻ ആവശ്യമായിട്ട് എടുത്ത ത്രെഷോൾഡ്, ആ വാല്യൂവിലേക്ക് ചാർജ് ചെയ്യും, അല്ലയോ? VCC മൈനസ് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ ത്രെഷോൾഡ് VT1 ആണ്. ഇത് VT2 ആണെങ്കിൽ VCC മൈനസ് VT1 മൈനസ് VT2, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ഇങ്ങനെ പറയാം, ഇറ്റ് വിൽ ചാർജ് ഫ്രം 0 to VCC എന്ന് പറയാം. ഇനി നെക്സ്റ്റ് A equal to 0 and B equal to 1 കണ്ടീഷൻ എടുത്തേ. ഇനി ഓരോ കണ്ടീഷൻസ് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. A equal to 0, B equal to 1. A equal to 0 ഏത് ഓൺ ആയി? M1 ഓൺ ആയി. A equal to 0 M3 എന്തായി? ഓഫ് ആയി. B equal to 1 M2 എന്തായി? ഓഫ് ആയി. ഇതെന്തായി? ഓൺ ആയി. ഓക്കെ, അപ്പൊ ഇത് ഒരെണ്ണം ഓൺ ആയി ഇത് ഓഫ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓൾ ടുഗദർ ഇതെന്തായിട്ട് നിൽക്കും? ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. കാരണം ഇതൊരു ഓപ്പൺ പാത്ത് ആയിട്ട് നിൽക്കും. പക്ഷെ ഇത് ഓഫ് ആയി കഴിഞ്ഞാലും PCC വഴി ഈ പാത്ത് വഴി എങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും? ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. സോ ദാറ്റ് ടൈം ഓൾസോ ഔട്ട്പുട്ട് ഈസ് ഹൈ. ശരിയല്ലേ? അതേപോലെ ബാക്കിയുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാലോ. ഞാൻ ഇതിനകത്ത് രണ്ട് കണ്ടീഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് A equal to 1 and B equal to 0 condition. Similarly, A equal to B equal to 1 condition. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് വർക്കിംഗ് എഴുതണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ 2 input NOR gate. ഇതാണ് ഒരു 2 input NOR ഗേറ്റിന്റെ കറസ്പോണ്ടിങ് സർക്യൂട്ട് ഡയഗ്രം. അപ്പൊ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 2 input NOR ഗേറ്റ് വരയ്ക്കാലോ, അല്ലേ? ഇനി ഞാൻ ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ഒരു 2 input NOR ഗേറ്റ് വരയ്ക്കുക. വരച്ചിട്ട് ഇതേപോലെ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? അതിന്റെ കറസ്പോണ്ടിങ് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ആകെ ഒരു കണ്ടീഷനെ ചെയ്തിട്ടുള്ളൂ. ബട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്
നമുക്ക് 4 കണ്ടീഷൻസും വേണം. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ തിയറി ആയിട്ട് എഴുതി പോകാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിനകത്തുള്ള ബേസിക് കൺസെപ്റ്റ്സ്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.